ഇന്ന് നമുക്ക് പന്നിയുടെ വെട്ടിക്കൂട്ട് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുക്കാം. ഓണമൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ വന്നേക്കുവാണ്. അപ്പം ഓണമൊക്കെ കഴിഞ്ഞു പോയി. അപ്പം ഇന്ന് ഇവിടെ അടുത്ത് പന്നി വെട്ടിയായിരുന്നു. അപ്പം ഞങ്ങൾ പന്നിയുടെ വെട്ടിക്കൂട്ട് മേടിച്ചു. ഇത് ഇറച്ചിയും എല്ലും നെയ്യും എല്ലാം ഉണ്ടാവും കേട്ടോ. ഇതിനകത്ത് ലിവറും ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ചെയ്ത് വെച്ച് ഉണ്ടാക്കിയ നല്ല ഫ്രഷ് സാധനമാണ്. കയ്പില്ലാത്ത നല്ല പച്ചക്കപ്പയാണ്. ഇത് നമുക്ക് തൊണ്ട് പൊളിച്ച് കൊത്തു നുറുക്കിയെടുക്കാം. കപ്പയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. കപ്പ നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, 1 മീഡിയം സൈസ് സവാള, ഇത്ര അരിഞ്ഞതാണിത്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടേക്കുന്നതാണ്. അതിന് ഇറച്ചിക്ക് വേണ്ടിയുള്ള ഉപ്പാണിത്. അര സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി. ഇതൊരു വിധം മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. 2 ടീസ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ പന്നിയുടെ വെട്ടിക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ട് ശരിക്ക് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇത് ശരിക്ക് വെന്ത് കുറുകി വരണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാൻ. ഇത് നമുക്ക് വാഴയിലയൊക്കെ വെച്ച് മൂടി വേവിച്ചെടുക്കാം.
നമ്മുടെ കപ്പക്കൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കാം. ഇത് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. നല്ല പച്ചക്കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് 2 മിനിറ്റ് മൂടി വെക്കാം. അപ്പം നമ്മുടെ കപ്പക്കൂട്ടിട്ടുണ്ടാക്കിയ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ട്? കുഞ്ഞൂസേ സൂപ്പർ. അമ്പാടി കഴിക്കും.